പശ്ചിമേഷ്യയിൽ നിന്നാണ്. നമുക്കറിയാം സ്വിറ്റ്സർലൻഡിൽ ഇന്ന് ജനീവയിൽ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച നടക്കുന്നുണ്ട്. പക്ഷെ അതിനിടെ ഇസ്രായേലിൻ്റെ ഇടപെടലിൽ, ഇസ്രായേലിൻ്റെ ലെബനൻ ആക്രമണത്തിൽ ഈ ചർച്ചകൾ വഴിമുട്ടുമോ എന്ന സംശയങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ സംഭവിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഇറാൻ ഹോർമുസ് കടലിടുക്ക് അടച്ചു എന്ന റിപ്പോർട്ടുകളാണ് ഇന്നലെ പുറത്തു വന്നത്. അതിപ്പോൾ അതിൻ്റെ പാരമ്യത വല്ലാതെ കൂടിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. ഇറാൻ്റെ പാർലമെൻറ്റ് സ്പീക്കർ MB ഖാലിബാഹും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയും ഇപ്പോൾ സ്വിറ്റ്സർലൻഡിൽ എത്തിയിട്ടുണ്ട്. JD വാൻസ് ചർച്ചയിൽ പങ്കെടുക്കാൻ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് യാത്ര തിരിച്ചു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാനും ഖത്തറും ഈ ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കുന്നുണ്ട്. ഇസ്രായേൽ ആക്രമണം ഇപ്പോഴും തുടരുന്നുണ്ട് ലെബനനിൽ. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾക്കിടയിൽ എല്ലാം ഒന്ന് ശാന്തമായി എന്ന് കരുതിയിടത്താണ് വീണ്ടും പ്രതിസന്ധികൾ ഉടലെടുത്തിരിക്കുന്നത്. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരും. അജയ്, ഹോർമുസ് ഇന്നലെ അടച്ചു. ഇപ്പോഴും നിരവധി കപ്പലുകൾ ഹോർമുസ് കടക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ അത് ഇറാൻ്റെ സേന IDF വലിയ കടുംപിടുത്തത്തിലാണ്. ലെബനിലെ ആക്രമണം പൂർണ്ണമായും ഇല്ലാതാക്കണമെന്നുള്ള ആവശ്യമാണ് അവർക്കുള്ളത്. പക്ഷേ അത് സംഭവിക്കുന്നില്ല. 20ഓളം കേന്ദ്രങ്ങളിൽ ഇന്നലെയും ആക്രമണമുണ്ടായി. 42-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തു വരുന്നു. ഇതിനിടയിലാണ് ഒരു ചർച്ച. എന്താണ് സംഭവിക്കുന്നത് പശ്ചിമേഷ്യയിൽ? ഈ ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് സൈൻ ചെയ്തതിന് ശേഷം നടക്കാനിരിക്കുന്ന ആദ്യത്തെ ചർച്ചയാണ് ഇന്ന് സ്വിറ്റ്സർലൻഡിൽ ഇപ്പോൾ നിലവിൽ അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുൻപേ ജൂൺ 19-നായിരുന്നു ആദ്യഘട്ട ചർച്ചകൾ നടക്കും എന്ന് തീരുമാനിച്ചിരുന്നത്. എന്നാൽ അന്നും പ്രതിസന്ധിയായി നിലനിന്നിരുന്നത് ഈ ലെബനൻ വിഷയം തന്നെയായിരുന്നു. ലെബനനിൽ കടുത്ത ആക്രമണം ഇസ്രായേൽ നടത്തുന്നത് കാരണം ഇറാൻ ഈ ചർച്ചകൾ മാറ്റിവെക്കുകയായിരുന്നു. ലെബനനിൽ ഇപ്പോഴും കാര്യങ്ങൾ ശാന്തമായിട്ടില്ല. ഇപ്പോഴും കടുത്ത രീതിയിൽ തന്നെ പ്രദേശത്ത് ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് അമേരിക്കയുടെ ഇടപെടൽ കാരണം ഇപ്പോൾ ഹിസ്ബുള്ളയും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിൽ ഒരു വെടിനിർത്തലൊക്കെ പ്രഖ്യാപിച്ചതാണ്. പക്ഷേ അത് രണ്ട് ഭാഗത്തു നിന്നും ലംഘിക്കപ്പെടുന്നു. ഇപ്പോഴും ശക്തമായിട്ടുള്ള ആക്രമണമുണ്ട്. ഇന്നലെ മാത്രം ഏതാണ്ട് 18ഓളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ വെള്ളിയാഴ്ചയാണെങ്കിൽ ഏതാണ്ട് 47 പേർ പ്രദേശത്ത് കൊല്ലപ്പെട്ടിരുന്നു. ഇപ്പോൾ ഈ യുദ്ധം ആരംഭിച്ചതിന് ശേഷം നടക്കുന്ന രണ്ടാമത്തെ ശക്തമായിട്ടുള്ള ആക്രമണമാണ് വെള്ളിയാഴ്ച ഈ വെടിനിർത്തൽ പ്രഖ്യാപനം ഉണ്ടായ ദിവസം മാത്രം നടന്നത്. എന്നിട്ടും ചർച്ചകൾ ഇന്ന് തന്നെ നടക്കും എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇറാനിയൻ പ്രതിനിധികൾ ഇതിനോടകം തന്നെ സ്വിറ്റ്സർലൻഡിലെ സ്വീനിക്കിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരുടെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ ഖാലിബാഫും അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചിയുമാണ് നിലവിൽ സ്വിറ്റ്സർലൻഡിൽ എത്തിയിട്ടുള്ളത്. ഇറാൻ കാര്യങ്ങൾ, അതായത് അമേരിക്ക നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ ഒന്നും വിട്ടുകളഞ്ഞിട്ടില്ല, ഒന്നും മറന്നിട്ടില്ല എന്നതിൻ്റെ സൂചന നൽകുന്നത് കൂടിയായിരുന്നു ഇരുവരുടെയും സ്വിറ്റ്സർലൻഡിലേക്കുള്ള ഈ ഒരു ലാൻഡിങ് തന്നെ. കാരണം മിനാബ് 168 എന്ന് ആലേഖനം ചെയ്തിട്ടുള്ള ഒരു വിമാനത്തിലാണ് ഇവർ എത്തിച്ചേർന്നിട്ടുള്ളത്. അമേരിക്കൻ ആക്രമണത്തിൽ മിനാബിലെ ഒരു സ്കൂൾ തകർന്ന് 168 കുട്ടികൾ ദാരുണമായി കൊല്ലപ്പെട്ട ആ സംഭവത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇറാനിയൻ പ്രതിനിധികൾ നിലവിൽ സ്വിറ്റ്സർലൻഡിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ലെബനന്റെ കാര്യം അഡ്രസ്സ് ചെയ്യാതെ ഒരിക്കലും ചർച്ചകളിലേക്ക് കടക്കില്ല എന്നതാണ് ഇപ്പോഴും ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു നിലപാട്. ആദ്യം ലെബനനിൽ വെടിനിർത്തൽ ഉണ്ടാകണം, അതിനുശേഷം മാത്രമേ ആണവ വിഷയവും അതുപോലെ തന്നെ ഹോർമുസ് കടലിടുക്കിന്റെ വിഷയവും ഉൾപ്പെടെ ചർച്ച ചെയ്യൂ എന്നതാണ് ഇറാൻ പറയുന്നത്. പാകിസ്ഥാനും ഖത്തറുമാണ് ഇതിൽ മധ്യസ്ഥത വഹിക്കുന്നത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിട്ടുള്ള ഷഹബാസ് ഷെരീഫ് ഇതിനോടകം തന്നെ ഇറാനിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട്. അതുപോലെ പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷലായിട്ടുള്ള അസീം മുനീറും ഈ ചർച്ചയിൽ പങ്കെടുക്കും എന്നുള്ള വിവരങ്ങളുണ്ട്. അദ്ദേഹവും ഉടൻ തന്നെ സ്വിറ്റ്സർലൻഡിലേക്ക് തിരിക്കും എന്നാണ് വിവരമുള്ളത്. അജയ് സുധാ ബിജു ആണ് വിവരങ്ങൾ പങ്കുവെക്കുന്നത്. ഏതായാലും പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണാം.